ആദരണീയരായ ജമാഅത്തിന്റെ ആദരണീയനായ ഇമാം ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി ആക്കോട്, സദസ്സിലെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതസ്ഥരായ ആളുകൾക്ക് 1000 സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. അള്ളാഹുവിന്റെ അമേയമായ അനുഗ്രഹം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ചൊക്ലി എന്ന ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും വളരെ നേരത്തെ സന്തോഷത്തോടെ മഹാനരായ സയ്യം വലിയുള്ളാഹിയുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട ഈ മജ്ലിസിൽ അകലങ്ങളിൽ നിന്നടക്കം ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുടെയും പ്രിയപ്പെട്ട സഹോദരിമാരുടെയും മുന്നിൽ കുറഞ്ഞ സമയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൂടെ കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മജ്ലിസുകളിലും പറയാറുള്ളതുപോലെ ഈ സദസ്സിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ഈ ഒരുമിച്ച് കൂടലിന്റെ പിന്നിലെ ഒരേ ഒരു ലക്ഷ്യം, അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ മഹാഭാഗ്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ അനുയായികളുടെ ഗണത്തിൽ നമ്മെ പെടുത്തി എന്നതാണ്. മുസ്ലിമാവുക എന്ന ഒരു മഹാഭാഗ്യത്തിന് പുറമെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാൻ കഴിഞ്ഞു എന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായവും മറ്റുള്ള 1,24,000-ൽ പരം പ്രവാചകന്മാരുടെ സമുദായങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആധികാരിക വചനത്തിന്റെ കീഴിലായിരുന്നു അവർ വന്നിരുന്നതെങ്കിലും അവർക്കില്ലാത്ത ഒരു പ്രത്യേകത ഈ സമുദായത്തിന് അല്ലാഹു നൽകി. ഖൈറു ഉമ്മത്ത് കുന്തും ഖൈറു ഉമ്മത്ത്, നിങ്ങൾ ഉത്തമ സമുദായമാണ്. എന്തുകൊണ്ടാണ്? ആയുസ്സിൽ കുറഞ്ഞുപോയ, ആരോഗ്യപരമായി പിന്നോക്കം നിൽക്കുന്ന, കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത, ആരാധനയിൽ മുൻകാല സമുദായത്തിനോട് കിടപിടിക്കാൻ കഴിയാത്ത ഈ ഒരു സമുദായത്തിന് ഖൈറു ഉമ്മത്ത് എന്ന ഒരു ടൈറ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. മാത്രമല്ല 1000 കൊല്ലം ഇബാദത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കി നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ 1000 കൊല്ലം ഇബാദത്ത് കൊണ്ട് ധന്യമായവരായിരുന്നു. അതിനുശേഷം വന്ന പ്രവാചകന്മാരുടെ ഓരോ സമുദായങ്ങൾക്കും ഈ സമുദായത്തെക്കാൾ ഏറ്റവും കൂടുതൽ ആയുസ്സുണ്ടായിരുന്നു. എന്നിട്ടുകൂടി ആ മുൻകാല സമുദായങ്ങളെക്കാൾ ആദ്യമായി സ്വർഗപ്രവേശനം ലഭിക്കുന്നത് ഈ സമുദായത്തിനാണ്. അതാണ് വഫാത്താകാൻ പോകുന്ന സമയത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ചോദിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം വന്നു നിൽക്കുന്ന സമയത്ത്, റൂഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത് അസ്റായീലിനോട് ചോദിക്കുകയാണ്, അയിന ജിബ്രായീലു, എവിടെയാണ് ജിബ്രീൽ? അസ്റായീല് ഒന്നാം ആകാശത്താണ് നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയത്ത് എനിക്കൊന്ന് ജിബ്രീലിനെ കാണണം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തങ്ങൾ എന്നെ തിരക്കിയത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ജിബ്രീലിനോട് പറയാണ്, ജിബ്രീലേ, എന്റെ വേർപാടിന്റെ സമയമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ല, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വേർപാടിന്റെ ഈ സമയത്ത് എനിക്ക് ചില വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നെ ചില വിഷയങ്ങളെ കുറിച്ച് വ്യക്തമായി എന്നോട് പറഞ്ഞു തരേണ്ടതുണ്ട്.
എന്നെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ആ സമയത്ത് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ഈ വേർപാടിന്റെ സമയത്ത് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് പറയണേ ജിബ്രീലേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഒന്നാമതായി നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ വിഷയം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുതലാണ്. ഈ സമുദായത്തിന് വേണ്ടിയുള്ള കരുതലാണ്. കാലേ കൂട്ടി പല വിഷയങ്ങളും കരുതി വെച്ച ഹബീബ്, കാലേ കൂട്ടി ഈ സമുദായത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയ ഹബീബ് ജിബ്രീലിനോട് പറയുകയാണ്, ജിബ്രീലേ, ഞാൻ വേർപാടിന്റെ ഈ സമയത്ത് വളരെ ചില വിഷയങ്ങളിൽ വളരെയധികം വിഷമിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണേ ജിബ്രീലേ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, അങ്ങെന്തിന് ഖിന്നനാകണം, അങ്ങെന്തിന് വിഷമിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേകമായ ഒരു ഓർഡറുമായി, പ്രത്യേകമായ ഒരു സമ്മാനവുമായി, പ്രത്യേകമായ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഓഫറുമായിട്ടാണ് തങ്ങളെ ഞാൻ തങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എല്ലാ പ്രവാചകന്മാരെക്കാളും ആദ്യമായി ഹബീബേ അങ്ങ് സ്വർഗത്തിൽ കടന്നതിന് ശേഷമല്ലാതെ മറ്റു പ്രവാചകന്മാർക്ക് സ്വർഗപ്രവേശനം നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അങ്ങയോട് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞ വലിയ ഒരു സംഗതിയാണത്. മറ്റെല്ലാ പ്രവാചകന്മാർക്കും മുമ്പ് ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത് ഹബീബേ അങ്ങാണ്. അതിനുശേഷമല്ലാതെ ആയിരം കൊല്ലം ദീനീ പ്രബോധന മേഖലയിൽ ജാജല്യമായ പ്രവർത്തനങ്ങൾ, ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ വളരെ പ്രയാസത്തോടെ